ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ മീഗൽ മേരി ജിൽസൺ, വയനാട് ചർച്ച് ഓഫ് ഗോഡ് ഇൻ മലബാർ സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസന്റെ 160-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 90-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ആദ്യകാലങ്ങളിൽ മനുഷ്യർ സൂര്യഘടികാരങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ജലഘടികാരങ്ങൾ ഉണ്ടായി. പിന്നെ മണിക്കൂറുകൾ അറിയിക്കുന്ന ഘടികാരങ്ങളും യന്ത്രിക ഘടികാരങ്ങളും ഉണ്ടായി. ഇപ്പോൾ ഡിജിറ്റൽ ക്ലോക്കുകൾ നമുക്കുണ്ട്. ഒരു സെക്കൻഡിനെ 100-ൽ 1 ഭാഗമായി വിഭജിക്കുന്ന ക്ലോക്കുകളുമുണ്ട്. നമ്മുടെ സംസ്കാരം സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ മോശ പറഞ്ഞത് വായിക്കുന്നത് ഉത്തമമായിരിക്കും. 90-ാം സങ്കീർത്തനത്തിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. 1000 സംവത്സരങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. ദൈവത്തിന്റെ നിത്യതയെ മനുഷ്യന്റെ അസ്ഥിരതയുടെ വെളിച്ചത്തിൽ ധ്യാനിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ സമയത്തിന് അധീനരായ ജീവികളാണ്. എന്നാൽ ദൈവം നിത്യനാണ്. തലമുറ തലമുറയായി അവൻ നമ്മുടെ സങ്കേതമാണ്. നാം അനുഭവിക്കാൻ പോകുന്ന നിത്യത അവന്റെ കരങ്ങളിലാണ്. ദൈവം വിശ്വസ്തനാണെന്നും സങ്കീർത്തനക്കാരൻ പറയുന്നു. തലമുറ തലമുറയായും നിത്യത മുതൽ നിത്യത വരെയും അവൻ വിശ്വസ്തനാണ്. ഭാവിയും അങ്ങനെ തന്നെയായിരിക്കും. അവൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അവൻ ഓരോ വ്യക്തിയുടെയും ദൈവമാണ്. ഓരോ വ്യക്തിത്വങ്ങളുടെയും ദൈവമാണ്. നമുക്ക് ആശ്രയിക്കാവുന്ന ഒരുവനാണ് അവൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായിരിക്കട്ടെ. നിങ്ങൾ അവനിൽ വസിക്കുകയും അവന്റെ മഹിമയ്ക്ക് വേണ്ടിയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ നിത്യതയിൽ പങ്കുകാരാവുന്നു. 1 യോഹന്നാൻ 2:17 ഇങ്ങനെ പറയുന്നു: ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ആമേൻ.